പ്രേക്ഷകരുടെ ശ്രദ്ധ വീണ്ടും നമ്മൾ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുത്തെ എന്ത് വാക്ക് ഉപയോഗിച്ച് ഇത് പറയണമെന്നറിയില്ല. മരിച്ചാൽ പോലും വിടില്ല എന്ന അവസ്ഥയാണ്. മോർച്ചറിയിലാണ് ചോർച്ച. അതുകൊണ്ട് തന്നെ മൃതദേഹം എടുക്കുന്നതിനും വയ്ക്കുന്നതിനും ഒക്കെ മുൻപ് വൈദ്യുതി ഓഫ് ചെയ്യണമെന്നാണ് നിർദ്ദേശം. അല്ലെങ്കിൽ ഷോക്ക് അടിക്കും. കാരണം വെള്ളം നനഞ്ഞ ഭിത്തിയാണ്. അത്രയേറെ അപകടകരമായ സ്ഥിതിയിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. ചോർച്ചയെ തുടർന്ന് ആശുപത്രിയിലെ കുട്ടികളുടെ അത്യാഹിത വിഭാഗം ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഫെലിക്സ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, കുട്ടികളുടെ അത്യാഹിത വിഭാഗം അടച്ചു. നമ്പർ 1 ആരോഗ്യ കേരളത്തിൽ നിന്നാണ് ഈ വാർത്ത നമ്മുടെ മുന്നിലേക്ക് ഇപ്പോൾ വരുന്നത്. എന്തൊരു ഗതികേടാണെന്ന് നോക്കൂ. എന്നിട്ടും ആവർത്തിച്ച് പറയുകയാണ്, ഞങ്ങൾ ലോകത്തിന് മാതൃകയാണ് കേരളത്തിലെ ആരോഗ്യ രംഗമെന്ന്. കുട്ടികളുടെ അത്യാഹിത വിഭാഗം അടച്ചിട്ട് എന്തുകൊണ്ട്? ചോർച്ച കൊണ്ട്. മോർച്ചറിയിൽ പോലും രക്ഷയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക്, ആ ഗതികേടിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇതൊക്കെ ഈ ചോർച്ച എത്ര ദിവസമായി തുടങ്ങിയിട്ട്? മഴ മാറി നിൽക്കുകയാണല്ലോ ഇപ്പോൾ. എന്തുകൊണ്ടാണ് ആ ചോർച്ചയ്ക്ക് ഒരു പരിഹാരം കാണാത്തത്? തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ഇതാണ് അവസ്ഥ. അതായത് ഒന്നാമത്തെ കാര്യം, കുട്ടികളുടെ വാർഡിൽ നിന്ന് തുടങ്ങാം. കുട്ടികളുടെ അത്യാഹിത വിഭാഗം സ്ഥിതി ചെയ്യുന്നതിൻ്റെ മേൽക്കൂര കഴിഞ്ഞ വർഷമാണ് മേൽക്കൂര തകർന്നത്. തകരാൻ പ്രധാനപ്പെട്ട കാരണം വലിയ കാറ്റടിച്ചു. കടൽ തീരത്തോട് ചേർന്ന പ്രദേശമാണ്. അങ്ങനെ കാറ്റിൽ ആസ്പെറ്റോസ് ആണ് മുകളിൽ ഉണ്ടായിരുന്നത്. ആസ്പെറ്റോസ് തകർന്നു പോയി. പിന്നെ മരം വീണും നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കുകയും ചെയ്തു. ഈ ആസ്പെറ്റോസ് കഴിഞ്ഞ വർഷമാണ് സംഭവിച്ചത്. ഈ ഒരു വർഷമായിട്ട് ഇത് നന്നാക്കിയിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ കമ്പിയൊക്കെ ദ്രവിച്ചിരിക്കുകയാണ്. കടൽ തീരത്തോട് ചേർന്നാണ് ആശുപത്രി. അതുകൊണ്ട് അവിടെ തൊഴിലാളികൾ ആരും തയ്യാറല്ല അതിന് മുകളിൽ കയറി. ആസ്പെറ്റോസ് വെക്കാൻ പറ്റില്ല. പക്ഷെ മറ്റെന്ത് ഷീറ്റിടാനും ജീവൻ പണയപ്പെടുത്തി ഒരു ജീവനക്കാരനും അതിന് മുകളിൽ കയറാൻ കഴിയില്ല. ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് അവിടെ എത്തി. ഫയർഫോഴ്സുകാരും പറയുന്നു, ഞങ്ങളെ കൊണ്ട് പറ്റില്ല, കാരണം അപകടം ഉറപ്പായും സംഭവിക്കും. കാരണം ഇതിൻ്റെ മുകളിൽ കമ്പി ദ്രവിച്ചിരിക്കുകയാണ്, തുരുമ്പെടുത്ത്. അപ്പോൾ പൂർണ്ണമായും അത് പൊളിച്ചു മാറ്റിയാണ് വഴി. ആ തീരത്തിലേക്ക് നടപടി ഇതുവരെയും എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ, അതായത് അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ തന്നെ അവിടെ നിന്നും മാറ്റി പേവാർഡിലേക്ക് മാറ്റി എന്നതാണ് ഇപ്പോൾ ഈ ഡോക്ടർ അറിയിക്കുന്നത്. ഒപ്പം മോർച്ചറിയുടെ അവസ്ഥ, മോർച്ചറിയിലും സമാനമായ രീതിയിൽ ചോർച്ചയാണ്. ചോർച്ച കൊണ്ട് തന്നെ അവിടെ മുൻപിൽ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡ് ഇങ്ങനെയാണ്, അതായത് നിങ്ങൾ മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് മുൻപ് അവിടെ വൈദ്യുതി ഓഫ് ചെയ്യണം. വൈദ്യുതി ഓഫ് ചെയ്തതിന് ശേഷം മൃതദേഹം കൊണ്ടുപോയി വെച്ചതിന് ശേഷം പുറത്തിറങ്ങി വരുന്നത് വരെയും വൈദ്യുതി ഓൺ ചെയ്യരുത്, കാരണം ഷോക്ക് അടിക്കും. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം എല്ലാം സേഫ് ആയതിനു ശേഷം വൈദ്യുതി ഓൺ ആക്കുക. അപ്പോൾ അത്രയും നേരം ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പക്ഷെ അതോടൊപ്പം തന്നെ ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ പുറത്തിറങ്ങി ഉടൻ തന്നെ അത് ഓൺ ചെയ്യണമെന്ന്. ഇതൊന്നും ആരും കാണുന്നില്ല. വെളിച്ചമില്ലാതെ എങ്ങനെ പ്രവേശിക്കുമെന്നത് കൂടി ഒരു പ്രശ്നമാണ്. സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മാത്രം ബോഡി എടുക്കുകയും വെക്കുകയും ചെയ്യുക. ബോഡി വെച്ചാൽ ഉടൻ തന്നെ അത് ഓൺ ആക്കണം. എന്തൊരു ഗതികേടാണ് ഇതൊക്കെ! ഇത് കാണുന്നില്ലേ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി? ഇടയ്ക്കിടയ്ക്ക് കോടികളുടെ കണക്ക് പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഇതാ ഒരു പേപ്പറിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് മോർച്ചറിക്ക് പുറത്ത്? അല്ല ഫെലിക്സ്, ഈ താലൂക്ക് ആശുപത്രിക്കൊക്കെ അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഒക്കെ ഇതിന്റെ ചുമതലകളുണ്ട്. ഇതിന്റെ കാര്യങ്ങൾ നന്നായി നടന്നു പോകുന്നതിൽ അവർക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. ഇത് അവിടുത്തെ രാഷ്ട്രീയക്കാർ പോലും കണ്ടിട്ടില്ലേ. ഈ ബോർഡ് കണ്ടിട്ട് പോലും ഒന്ന് പ്രതികരിക്കാൻ പോലും അവിടുത്തെ ആരും തയ്യാറാവുന്നില്ലേ? തീർച്ചയായിട്ടും അത്തരം പരാതികളൊക്കെ സൂപ്രണ്ടിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ ആശുപത്രിയിൽ സൂപ്രണ്ട് തന്നെ വ്യക്തമാക്കുന്നത്, ഈ കളക്ടർക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. തലശ്ശേരി മുനിസിപ്പാലിറ്റിക്ക് ഏതാണ്ട് 30 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറ്റകുറ്റപ്പണി നടക്കുമെന്നതാണ് വ്യക്തമാക്കുന്നത്. പിന്നെ ചില സാങ്കേതിക പ്രശ്നം കൂടിയുണ്ട്. അതായത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരി കോട്ടയോടും കടലിനോടും ചേർന്ന്, തീരപ്രദേശത്ത് ചേർന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ പുരാവസ്തു വകുപ്പിൻ്റെ കൂടി അനുമതി ഉണ്ടെങ്കിലേ വലിയ നിർമ്മാണങ്ങൾ നടക്കുകയുള്ളൂ. പക്ഷേ ഈ അറ്റകുറ്റപ്പണിയൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ്. ഈ മോർച്ചറിയിലൊക്കെ അതിൻ്റെ ഷീറ്റുകളൊക്കെ വളരെ വേഗം പൂർത്തിയാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും തന്നെ നടക്കുന്നില്ല എന്നതാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഒരു ഷീറ്റ് മാറ്റാൻ പോലും കഴിയാത്ത ഒരു ഗതികേടിലാണ് ഈ ആശുപത്രി ഇപ്പോൾ ഉള്ളത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏതായാലും തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിൽ ഒരു മഴ പെയ്യുമ്പോൾ ആ ഒട്ടിച്ചു വെച്ച പേപ്പർ ഒന്ന് പോയാൽ എന്ത് ചെയ്യും? ആരുടെയും ശ്രദ്ധയിൽ അത് വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തൊരു ഗതികേട്! ഇതേപോലെ തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ കെട്ടിടത്തിലേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല എന്ന് കൃത്യമായി നിർദ്ദേശം നൽകിയതാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നുണ്ട്. ഒരു പേപ്പറിലെങ്കിലും നിങ്ങൾ അവിടെ എഴുതി വെച്ചിരുന്നു ആ കെട്ടിടത്തിലേക്ക് കയറരുതെന്ന്? ഇല്ല, ഒരു പേപ്പറിൽ പോലും എഴുതി വെച്ചിരുന്നില്ല. ഇവിടെ എന്തായാലും ഒരു പേപ്പറിലെങ്കിലും എഴുതി വെക്കാനുള്ള ഒരു കരുണ ആളുകൾ കാണിച്ചിട്ടുണ്ട്. പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. മറുഭാഗത്ത് കാണുന്നതാണ് തലശ്ശേരി ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡ്. ആ കുട്ടികളുടെ വാർഡ് ഇപ്പോൾ അത്യാഹിത വിഭാഗം, എമർജൻസി വിഭാഗം, അത് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയുടെ നേർചിത്രങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തലശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കണമെങ്കിലോ അങ്ങോട്ടേക്ക് വയ്ക്കുകയോ ചെയ്യണമെങ്കിൽ അവിടുത്തെ വൈദ്യുതി ബന്ധം ഓഫ് ചെയ്യണം. ഇല്ലാതെ ചെയ്താൽ
മോർച്ചറിയിലേക്ക് തന്നെ ആളുകൾ പോകേണ്ട അവസ്ഥയാകും എന്നതാണ് ഏറ്റവും കഷ്ടകരമായ സ്ഥിതി. ഒപ്പം ദാ കുട്ടികളുടെ വാർഡ് ചോർന്നൊലിക്കുന്നതിനെ തുടർന്ന് അത് ഒഴിവാക്കേണ്ടി വരുന്നു. സമയത്തൊരു തുന്നലിട്ടാൽ 9 തുന്നൽ ലാഭിക്കാമെന്ന് നമ്മുടെ ആളുകൾ കാലങ്ങളായി പറഞ്ഞു വെച്ചത് വെറുതെയല്ല. ഒരു ടൈൽ ഇളകുമ്പോഴോ ഒരു ഷീറ്റ് ഇളകി മാറുമ്പോഴോ അത് കൃത്യസമയത്ത് പരിഹരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഈ ഗതികേടിലേക്ക് നമ്മുടെ ഈ സർക്കാർ സംവിധാനങ്ങൾ പോകില്ലായിരുന്നു എന്ന് വ്യക്തമാണ്. ഫെലിക്സ്, ഈ ചോർച്ചയ്ക്ക് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ. ഇപ്പോൾ 30 ലക്ഷം അനുവദിച്ചു എന്ന് പറയുന്നു. ഇത് വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ പരിതാപകരമായ സ്ഥിതി ആരംഭിച്ചിട്ടുണ്ടാകും. ഒരു മെയിൻ്റനൻസ് വർക്കും അവിടെ നടന്നിട്ടില്ല. അതിനുപോലും ഇനിയിപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ അനുമതി വേണമെന്നില്ലോ, റെനോവേഷനോ അല്ലെങ്കിൽ അത്തരം നവീകരണ പുറത്ത് ഡിവിഷൻ കണ്ട ഒരു ബോർഡുണ്ട്, അത് ദുബായ് KMCC അവരൊക്കെ ബന്ധപ്പെട്ടാൽ പ്രവാസി സംഘടനകളൊക്കെ ബന്ധപ്പെട്ടാൽ സഹായിക്കും, ഒരു സംശയവുമില്ല. അവര് നൽകിയ പണം കൊണ്ട് കുറെയൊക്കെ പണതുണ്ടാവും. ദുബായ് KMCC റെനോവേറ്റഡ് ബൈ, അതായത് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ദുബായ് KMCC ആണ്. ഒരുപക്ഷെ അവരെ അറിയിച്ചാൽ അവരെ ഒരുപക്ഷെ നന്നാക്കി തന്നേനെ. ഫെലിക്സ്, തീർച്ചയായിട്ടും. കാരണം ഇതൊക്കെ നമുക്കറിയാം എത്രമാത്രം ഗതികേടാണ് ഈ ഒരു അവസ്ഥ നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ തന്നെ പറയുന്നത്, അതായത് ഈ കാറ്റ് വന്ന് ഈ ആസ്പെറ്റോസ് ഒക്കെ അവിടെ നിന്നും തകർന്നു പോയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ്. ഇപ്പോൾ ഇത്രയും സമയമായി അവർക്ക് മാറ്റാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അത് മാറ്റിയില്ല. ഇപ്പോൾ മഴക്കാലം വീണ്ടും വന്നപ്പോൾ വീണ്ടും ചോർച്ച അനുഭവപ്പെടുന്നു. കുട്ടികളുടെ വാർഡ് അവിടെയുണ്ട്. അപ്പോൾ കുട്ടികളുടെ അത്യാഹിത വിഭാഗം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. അതിനുള്ള മെഷീൻ അത് നനയും, അതൊക്കെ എടുത്ത് മൂടി വെച്ചിട്ടുണ്ട്. ചിലത് ബെഡുകളൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം മഴ നനയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ജീവനക്കാരടക്കം വെള്ളം വീഴുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും തുണിയൊക്കെ ഉപയോഗിച്ച് വെള്ളം എടുത്തു മാറ്റുന്നു എന്നതാണ് അവിടെയുള്ളവർ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. മോർച്ചറിയുടെ അവസ്ഥ നമുക്കറിയാം. ഇപ്പോൾ നേരത്തെ ആര്യ പറഞ്ഞതുപോലെ ഈ കടലാസ് വല്ലതും അവിടെ നിന്നും താഴേക്ക് തന്നെ പോയാൽ അവൻ്റെ ഉള്ളിൽ കയറുന്ന ആളുകൾ തീർച്ചയായിട്ടും ഷോക്കടിച്ച് അവർക്ക് പരിക്കേൽക്കുമോ. എന്തൊരു അവസ്ഥയാണ്. കുട്ടികൾക്ക് വേണ്ട പരിചരണം നൽകേണ്ട നേഴ്സുമാർക്ക് ഒരുപക്ഷെ വെള്ളം ചോർന്നു കഴിഞ്ഞാൽ ആ വെള്ളം തുടച്ചു കളയേണ്ട പണിയെടുക്കേണ്ട ഗതികേടാണ് നമ്മുടെ തലശ്ശേരിയിൽ നിന്നൊക്കെ എത്ര മറ്റേ പേവിഷബാധയേറ്റ തെരുവ് നായ്ക്കളുടെ ആക്രമണം, എന്തോരം വാർത്തകൾ തലശ്ശേരിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുട്ടികളെയൊക്കെ എടുത്തുന്ന ആശുപത്രിയിലേക്ക് വന്നാൽ അവിടെ അത്യാഹിത വിഭാഗമില്ല, അത് അടച്ചിട്ടിരിക്കുകയാണ്. എന്താണ് കാരണം? ചോർന്നൊലിക്കുകയാണ്. ഇതാണ് നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ വസ്തുത.